വാർത്താസന്ധിയിലേക്ക് വിശദമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പിന്നാലെ ശബരിമല യുവതീ പ്രവേശന നിലപാട് തിരുത്തി CPIM. പാർട്ടി വിശ്വാസികൾക്കൊപ്പമാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ടു പോവുകയാണ്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച CPIM 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട് തിരിച്ചടിയെ തുടർന്ന് നിലപാടിൽ നിന്ന് പിന്നാക്കം പോയിരുന്നു. വീട് വീടാന്തരം കയറിയിറങ്ങി തിരുത്തിയ നിലപാടറിയിച്ച CPIM ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി ഒരിക്കൽ കൂടി നിലപാട് മാറ്റം ആവർത്തിക്കുകയാണ്. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർക്ക് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ എന്തവകാശമെന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണിത്. വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. സത്യവാങ്മൂലം തിരുത്തുമോ എന്ന ചോദ്യത്തിന് അപ്പോൾ മറുപടി പറയാമെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ മറുപടി. ശബരിമലയുടെ എല്ലാവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തുക എന്ന നിലപാടാണ് CPIM എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. വിശ്വാസത്തിനോ വിശ്വാസികൾക്കോ എതിരായ ഒരു നിലപാടും CPIM സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിവാദങ്ങൾക്കിടയിലും ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാരും ദേവസ്വം ബോർഡും മുന്നോട്ട് തന്നെ. സമുദായ സംഘടനകളായ NSSഉം SNDPയും പിന്തുണ പ്രഖ്യാപിച്ചത് സർക്കാരിനും ദേവസ്വം ബോർഡിനും ആശ്വാസമാണ്. സമുദായ സംഘടനകളുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ BJPയിൽ ആശയക്കുഴപ്പവുമുണ്ട്. 24 തിരുവനന്തപുരം. ഇപ്പോൾ ഒരു വാർത്ത ബംഗളൂരുവിൽ നിന്ന് വരുന്നുണ്ട്. സോളദേവനഹള്ളി ആചാര്യ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യ മലയാളിയാണ്. കുത്തേറ്റു എന്നുള്ള വാർത്ത. ഓണാഘോഷ പരിപാടിക്കിടെ ഉണ്ടായ തർക്കമാണ് ഈ ആക്രമണത്തിൽ കലാശിച്ചത് എന്നാണ് ഈ വാർത്ത. ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിക്ക് കുത്തേറ്റു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അയ്യപ്പ സംഘവുമായി സഹകരിക്കുന്നതിൽ UDF തീരുമാനം വരാനിരിക്കെ അതൃപ്തി പരസ്യമാക്കി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ക്ഷണിക്കാനെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല. അതേസമയം ശബരിമല യുവതീ പ്രവേശന വിഷയമുയർത്തി അയ്യപ്പ സംഗമത്തിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് BJP. പ്രതിപക്ഷ നേതാവിനെ അയ്യപ്പ സംഗമത്തിലേക്ക് നേരിട്ടെത്തി ക്ഷണിക്കാനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ കന്റോൺമെന്റ് ഹൌസിലെത്തിയത്. പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാവാത്തതിനെ തുടർന്ന് സംഘം മടങ്ങി. അതേസമയം UDF തീരുമാനം വരാനിരിക്കെ കോൺഗ്രസ് അയ്യപ്പ സംഗമത്തെ എതിർക്കുമ്പോൾ നല്ല കാര്യമെങ്കിൽ നടക്കട്ടെ എന്നാണ് ലീഗ് നിലപാട്. അയ്യപ്പ സംഗമത്തിൽ UDF തീരുമാനം വരാനിരിക്കെ BJP നിലപാട് കടുപ്പിച്ചു. ദേവസ്വം ബോർഡും സർക്കാരും CPIയും കാട്ടുന്നത് ആത്മാർത്ഥമായ ശ്രമമല്ല, മറിച്ച് തിരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോഴുള്ള മുതലെടുപ്പ് രാഷ്ട്രീയം മാത്രമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നഷ്ടമായ വോട്ട് തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് CPIM നടത്തുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. എന്താണ് ഈ ഗവൺമെന്റ് ഇപ്പോൾ പെട്ടെന്ന് അയ്യപ്പനോടൊരു സ്നേഹം തോന്നിയിട്ടുള്ളത്? ശബരിമല സംഭവത്തിന് ശേഷം CPIന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കുക എന്നുള്ള അജണ്ടയാണ്. അത് തിരിച്ചറിയാൻ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് സാധിക്കും. ന്യൂനപക്ഷത്തോടും ഭൂരിപക്ഷത്തോടും സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്നും സർക്കാരിന്റേത് ഇലക്ഷൻ ഗെമിക്ക് മാത്രമാണെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് K ഹരിദാസും നിലപാടെടുത്തു. ആദ്യം ഞങ്ങൾ വിചാരിച്ചു സർക്കാരാണ് ചെയ്യുന്നത്, ഇപ്പം CPM ആണ് ചെയ്യുന്നതെന്നാണ് ഗോവിന്ദൻ മാഷിൻ്റെ പ്രസ്താവന കേൾക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വർഗീയ ആൾക്കാരെ ഒന്നും വിളിക്കുന്നില്ല, അല്ലാത്തവരെയൊക്കെ വിളിക്കും. ഇങ്ങനാരാ ഇത് പറയാൻ? ഇതിനകത്ത് ഒരു ഭക്തജന പങ്കാളിത്തവും ഇല്ല. ആരുമായിട്ടോ ആചാരപരമായിട്ടോ വിശ്വാസപരമായിട്ടോ ആരുമായിട്ടും സഹകരിക്കാതെ അല്ലെ അവരെ ഒന്നും ഉൾപ്പെടുത്താതെ ഏകപക്ഷീയമായിട്ട് നടത്തുന്നതിൽ വലിയ ഗൂഢോദ്ദേശമുണ്ട്. എന്നാൽ അയ്യപ്പ സംഗമം കാലോചിത തീരുമാനമാണെന്നും അതിൽ രാഷ്ട്രീയം കാണേണ്ടെന്നും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശനം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും പത്മകുമാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24. ആഗോള അയ്യപ്പ സംഗമത്തിന് കൂടുതൽ പിന്തുണ ഉറപ്പിക്കാൻ നീക്കം സജീവമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നേരിട്ട് ക്ഷണിക്കും. എതിർക്കുന്നവരെ നേരിൽ കാണും. പന്തളം കൊട്ടാരവുമായി ഈ മാസം 6-ന് ചർച്ച നടത്തും. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എതിർപ്പുകൾ ഒഴിവാക്കാൻ എന്തൊക്കെയാണ് ദേവസ്വം ബോർഡ് ചെയ്യാൻ പോകുന്നത്? പ്രതീഷ്. ഉന്മേഷ്, അല്പസമയം മുമ്പ് BJP സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താക്കുറിപ്പിൽ ആഗോള അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് സംഗമം എന്നാണ് അദ്ദേഹം വിമർശിച്ചത്. പക്ഷേ ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ എതിർക്കുന്നവരെ അനുനയിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമവായ ശ്രമവുമായി മുന്നോട്ട് പോകുന്നത്. ഈ മാസം 4-ാം തീയതി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നേരിൽ കണ്ട് ക്ഷണിക്കാനാണ് തീരുമാനം. ഈ BJP ശക്തമായൊരു എതിർപ്പ് ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്ന ഒരു സമയത്തു കൂടിയാണ് സുരേഷ് ഗോപിയെ നേരിൽ കാണുന്നത്. തിരുവിതാംകൂർ ദേവസ്വം
ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഔദ്യോഗികമായി നേരിൽ കണ്ട് ക്ഷണിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചില വിയോജന കുറിപ്പുകൾ അല്ലെങ്കിൽ ചില എതിർപ്പുകൾ അറിയിച്ച മറ്റ് സംഘടനാ നേതാക്കളെയും നേരിൽ കാണും. ഒപ്പം മറ്റ് ചില പ്രതിനിധികളെയും കാണുന്നുണ്ട്. ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകൾ പിൻവലിക്കാത്തതിൽ വിമർശനവുമായി പന്തളം കൊട്ടാരം രംഗത്ത് വന്നിരുന്നു. പന്തളം കൊട്ടാര പ്രതിനിധികളുമായി 6-ാം തീയതി ചർച്ച നടത്താനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ പന്തളം കൊട്ടാരം പ്രതിനിധികളെ നേരിൽ കണ്ടാണ് ഈ ചർച്ച നടത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സമവായ നീക്കവുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും പുറത്തുവരുന്ന വാർത്ത. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. രാഷ്ട്രപതിയുടെ റഫറൻസിൽ നിർണായക നിരീക്ഷണവുമായി സുപ്രീം കോടതി. ബില്ലുകളിൽ ഒപ്പുവെക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല എന്ന സുപ്രീം കോടതിയുടെ വാക്കാലുള്ള നിരീക്ഷണം. കാലതാമസം നേരിടുന്ന കേസുകളുണ്ട്. അത്തരം സംഭവങ്ങളിൽ കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. രാഷ്ട്രപതി റഫറൻസിലെ വാദം കേൾക്കലിന്റെ 6-ാം ദിവസത്തിലാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാന നിരീക്ഷണം. ബില്ലുകൾ തടഞ്ഞുവെക്കുന്ന ചില സംഭവങ്ങളുടെ പേരിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വാക്കാൽ നിരീക്ഷിച്ചു. ബില്ലുകളിൽ കാലതാമസം നേരിടുന്ന കേസുകളുണ്ടെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ തീരുമാനമെടുക്കാൻ കോടതിക്ക് നിർദ്ദേശിക്കാം. എന്നാൽ ഇതിനർത്ഥം സമയപരിധി നിശ്ചയിക്കലല്ലെന്നും കോടതി നിരീക്ഷിച്ചു. സമയപരിധി തീരുമാനിക്കുന്നത് കോടതി ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് തുല്യമെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് വാക്കാൽ പറഞ്ഞു. ഗവർണറും രാഷ്ട്രപതിയും സമയപരിധി പാലിക്കാത്തതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ആശങ്ക അറിയിച്ചു. ഗവർണർമാർ ബില്ലുകൾ തടഞ്ഞുവെക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമയപരിധി വേണമെന്നായിരുന്നു റഫറൻസിനെ എതിർത്തുള്ള വാദം. 24 ഡൽഹി. ഡൽഹി കലാപക്കേസിൽ ഉമർ ഖാലിദ് ഉൾപ്പെടെ 9 പേരുടെ ജാമ്യാപേക്ഷ തള്ളി ഡൽഹി ഹൈക്കോടതി. പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ചാണ് ഡൽഹി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി. നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഡൽഹി ഹൈക്കോടതി വിധി തെറ്റെന്ന് പറയുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24നോട് പറഞ്ഞു. കലാപസമയത്ത് രഹസ്യ കൂടിക്കാഴ്ചകൾ നടന്നതായും രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. രഹസ്യ കൂടിക്കാഴ്ചകൾ നടന്നിട്ടില്ലെന്നും വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായതിന്റെ പേരിൽ കുറ്റക്കാരനാകുമോ എന്നും പ്രതിഭാഗം വാദിച്ചു. ജസ്റ്റിസ് നവീൻ ചൗള, ജസ്റ്റിസ് ശാലിന്ദർ കൗർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഡൽഹി കോടതി വിധി തെറ്റെന്ന് പറയുമെന്ന് ബിനോയ് വിശ്വം 24നോട്. നിയമവാഴ്ചയെ മാനിക്കുന്ന എല്ലാ ആളുകളും ഒരേപോലെ പറയും ഈ തീരുമാനം ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനം തെറ്റാണെന്ന് പറയും. 5 കൊല്ലമായി ചെറുപ്പക്കാരൻ ജയിലിലാണ്, വിചാരണ പോലുമില്ലാതെ. അതിനെല്ലാം ഭരണകൂടം ചവിട്ടിയരക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഭരണകൂട ധിക്കാരത്തിന്റെ മുമ്പിൽ കോടതി ഇതുപോലെ വിധേയത്വം കാണിക്കാൻ പാടില്ലായിരുന്നു. ഭരണകൂടത്തിന് ഇഷ്ടപ്പെടാതിരിക്കാം, പക്ഷെ കോടതി അതിന്റെ മുമ്പിൽ ഇങ്ങനെ വച്ചാനിച്ച് നിൽക്കാൻ പാടില്ലായിരുന്നു. അതാണ് ഇപ്പൊ കണ്ട കാര്യം. 2020 കലാപ ഗൂഢാലോചന കേസിൽ 5 വർഷമായി വിചാരണയില്ലാതെ തടവിലാണ് ഉമർ ഖാലിദ് അടക്കമുള്ള 9 പേർ. ഡൽഹി കലാപ കേസിൽ തസ്ലീം അഹമ്മദിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് തള്ളിയിരുന്നു. 24 ഡൽഹി. കേരള സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് മിനി കാപ്പനെ മാറ്റി സിൻഡിക്കേറ്റ് യോഗം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം യോഗം അംഗീകരിച്ചു. ഡോക്ടർ KS അനിൽകുമാറിന്റെ ഹർജിയിൽ കോടതി വിധി പറയുന്നതുവരെ കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ R രശ്മിക്ക് രജിസ്ട്രാറിന്റെ ചുമതല നൽകി. മുൻ രജിസ്ട്രാർ ഡോക്ടർ പ്രവീണിന് പുനർനിയമനം നൽകാൻ സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. രജിസ്ട്രാർ കസേരയിലിരിക്കുന്ന മിനി കാപ്പൻ ആരാണെന്ന് ചോദ്യമുന്നയിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇടതംഗങ്ങൾ പ്രതിഷേധിച്ചു. ഡോക്ടർ KS അനിൽകുമാറിന് പകരം ചുമതല നൽകിയ രജിസ്ട്രാറാണെന്ന് VC മോഹനൻ കുന്നുമൽ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ പ്രതിഷേധം കടുത്തു. രജിസ്ട്രാർ നിയമനം സിൻഡിക്കേറ്റിന്റെ അധികാരമാണെന്നും VCയുടെ നടപടി ചട്ടവിരുദ്ധമെന്നും ഇടതംഗങ്ങൾ വാദിച്ചു. ഒടുവിൽ ഭൂരിപക്ഷാംഗങ്ങളുടെ ആവശ്യത്തിന് വഴങ്ങിയ VC മിനി കാപ്പനെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തയ്യാറായി. ഇന്നത്തെ യോഗശേഷം മിനി കാപ്പൻ രജിസ്ട്രാർ ചുമതല ഒഴിയും. ഡോക്ടർ KS അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വിധി വരുന്നതുവരെ R രശ്മിയായിരിക്കും കേരള സർവകലാശാല രജിസ്ട്രാർ. ഇതോടെ സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിക്കും താൽക്കാലിക പരിഹാരമായി. സിൻഡിക്കേറ്റ് യോഗം ബഹിഷ്കരിക്കാനായിരുന്നു ആദ്യം ഇടതംഗങ്ങൾ ആലോചിച്ചത്. അതേസമയം മുൻ രജിസ്ട്രാർ ഡോക്ടർ പ്രവീണിന് പുനർനിയമനം നൽകാൻ സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. മുൻ പരീക്ഷാ കൺട്രോളർ അനന്തലക്ഷ്മിക്കും പുനർനിയമനം നൽകാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. 24 തിരുവനന്തപുരം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗവർണർ സുപ്രീം കോടതിയിൽ. UGC ചട്ടപ്രകാരം VC നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കില്ലെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. ഗവർണറുടെ നീക്കം ജനാധിപത്യ മര്യാദ ലംഘിക്കുന്നതാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു.
ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം ഉറപ്പാക്കിയ ഉത്തരവിൽ ഭേദഗതി ആവശ്യപ്പെട്ടാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഭരണത്തലവനെന്ന നിലയിൽ കോളേജുകളുടെ ഭരണത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാമെങ്കിലും VC നിയമനത്തിൽ ഒരു പങ്കുമില്ലെന്ന് ഗവർണർ ഹർജിയിൽ ഉന്നയിച്ചു. ബംഗാളിലെ VC നിയമന മോഡലിൽ സെർച്ച് കമ്മിറ്റി പാനൽ മുഖ്യമന്ത്രിക്കാണ് സമർപ്പിക്കുക. ഇതേ മാതൃകയിലാണ് കേരളത്തിലെ സെർച്ച് കമ്മിറ്റി നടപടികൾ കോടതി നിശ്ചയിച്ചത്. UGC ചട്ടപ്രകാരം മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ VC നിയമനത്തിൽ ഇടപെടാൻ ആകില്ലെന്നും ഗവർണർ ഹർജിയിൽ ആരോപിച്ചു. അതിനാൽ പാനൽ മുഖ്യമന്ത്രിക്ക് നൽകണമെന്ന നിർദ്ദേശം പിൻവലിക്കണമെന്നും സെർച്ച് കമ്മിറ്റി തലവൻ റിട്ടയർഡ് ജസ്റ്റിസ് സുധാൻഷു ധൂലിയെ തയ്യാറാക്കുന്ന പാനൽ തനിക്ക് നേരിട്ട് കൈമാറണമെന്നും ഗവർണർ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടു. ഗവർണർ അപ്പീൽ പോയത് ഖേദകരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്ത് നിലനിന്നു പോന്നിരുന്ന ഒരു ജനാധിപത്യ മര്യാദകളെയൊക്കെ ലംഘിക്കുന്ന രീതികളാണ് സമീപകാലത്ത് ബഹുമാനപ്പെട്ട ചാൻസലർമാരുടെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്നത്. അത് വളരെ കഷ്ടമാണ്. നമ്മുടെ സർവകലാശാലകളുടെ അക്കാദമിക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കൈകോർത്ത് പിടിച്ചു മുന്നോട്ട് പോകുന്നതിന് പകരം കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികളിൽ നിന്ന് ഏവരും പിന്തിരിയേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. VC നിയമന കേസിൽ കക്ഷി ചേരാൻ UGCയും സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. ആർ അച്യുതൻ, 24, ഡൽഹി. നോക്കാം ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. കലാപം പൊട്ടിപ്പുറപ്പെട്ട് 2 വർഷത്തിനു ശേഷം മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 13-ന് മോദി മണിപ്പൂർ സന്ദർശിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. തമിഴ്നാട് NDAയിൽ വീണ്ടും ഭിന്നത. TTV ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം മുന്നണി വിട്ടേക്കുമെന്ന് സൂചന. വിജയുടെ TVKയുമായി അടുക്കാനുള്ള ശ്രമം തുടങ്ങിയെന്ന് റിപ്പോർട്ടുകൾ. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. പഞ്ചാബിൽ 29 മരണം. യമുന നദിയിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ. തുടർച്ചയായ 4ാം ദിനവും റെക്കോർഡ് തിരുത്തി സ്വർണ്ണവില. പവന് 160 രൂപ കൂടി 77,800 രൂപയായി. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 9,725 രൂപ. ഓണാഘോഷ പരിപാടിയിലേക്ക് ഗവർണറെ ക്ഷണിച്ച് സംസ്ഥാന സർക്കാർ. പങ്കെടുക്കുമെന്ന് ഗവർണർ അറിയിച്ചതായി മന്ത്രിമാരായ വി ശിവൻകുട്ടിയും PA മുഹമ്മദ് റിയാസും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മുഖ്യമന്ത്രി നിർവഹിക്കും. കിഴക്കൻ അഫ്ഗാനിസ്ഥാനെ നിലംപരിശാക്കിയ ഭൂചലനത്തിൽ മരണസംഖ്യ 1411ആയി. പരിക്കേറ്റവരുടെ എണ്ണം 3000 കടന്നു. മരണസംഖ്യ ഉയരുമെന്നാണ് ഐക്യരാഷ്ട്രസഭ നൽകുന്ന മുന്നറിയിപ്പ്. കുനാർ പ്രവിശ്യയിലെ നങ്കർഹർ മേഖലയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ജലാലാബാദ്, ബസവുൾ എന്നീ നഗരങ്ങളെയാണ് ഭൂചലനം കാര്യമായി ബാധിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അച്ചടക്ക നടപടിയിലെ A ഗ്രൂപ്പ് വിമർശനങ്ങൾ തള്ളി VD സതീശൻ അനുകൂലികൾ. രാഹുലിനെതിരായ നടപടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും അന്ന് യോജിച്ചവർ ഇന്ന് എതിർക്കുന്നുവെന്നും കുറ്റപ്പെടുത്തൽ. അതേസമയം രാഹുലിനെതിരായ ലൈംഗികാരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയിൽ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറനീക്കി പുറത്തുവരുന്നതാണ് A ഗ്രൂപ്പിന്റെ വിമർശനത്തോടെ കണ്ടത്. ഇതോടെ ചിതറിക്കിടന്ന A ഗ്രൂപ്പ് വീണ്ടും സജീവമായി. CPIM നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങളും കേസുകളും വന്നപ്പോൾ ആരോപണ വിധേയർക്കെതിരെ കടുത്ത നടപടികൾ ഒന്നുമുണ്ടായില്ല. എന്നാൽ രാഹുലിനെതിരായ അച്ചടക്ക നടപടിയിൽ പ്രതിപക്ഷ നേതാവ് തിടുക്കം കാട്ടിയെന്നും വിമർശനമുയർന്നു. കൂടിയാലോചിച്ചെടുത്ത തീരുമാനത്തിൽ പുനരാലോചനയില്ലെന്ന നിലപാടിലാണ് VD സതീശൻ പക്ഷം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ആരോപണമുന്നയിച്ച സ്ത്രീകൾ മൊഴി നൽകാൻ വിസമ്മതിച്ചാൽ പോലീസ് നിയമോപദേശം തേടും. ആരോപണമുന്നയിച്ചവരുമായി ബന്ധപ്പെടുകയും നേരിട്ട് കാണുകയും ചെയ്ത 4 മാധ്യമപ്രവർത്തകരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കും. ഇതിനുശേഷമാകും രാഹുലിനെ ചോദ്യം ചെയ്യുക. 24, തിരുവനന്തപുരം. തെലങ്കാന മുൻ മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിന്റെ ഭാരത് രാഷ്ട്ര സമിതിയിൽ പൊട്ടിത്തെറി. മകളും MLCയുമായ K. കവിതയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മുതിർന്ന നേതാക്കൾക്കെതിരെ പരസ്യ ആരോപണം ഉന്നയിച്ചതിനു പിന്നാലെയാണ് നടപടി. മാതാവിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ വൈകാരിക പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്റെ മരിച്ചുപോയ മാതാവിനെ വരെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴച്ചെന്നും എല്ലാ മാതാപിതാക്കളെയും കോൺഗ്രസും RJDയും അപമാനിക്കുന്നുവെന്നും മോദി വൈകാരികമായി പ്രതികരിച്ചു. ബീഹാറിലെ വനിതകൾക്കുള്ള സംരംഭകത്വ വികസന നിധി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു പ്രതികരണം. എന്ത് തെറ്റാണ് അമ്മ ചെയ്തതെന്നും കുടുംബാധിപത്യത്തിൽ അഭിരമിക്കുന്നവർക്ക് ആ വേദന മനസ്സിലാകില്ലെന്നും മോദി പറഞ്ഞു. തനിക്കുണ്ടായ വേദന ബീഹാർ ജനതയ്ക്ക് അറിയാമെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു.
വ്യാജ പീഡന പരാതിയിൽ 11 വർഷത്തിന് ശേഷം മുൻ കോളേജ് അധ്യാപകനെ കുറ്റവിമുക്തനാക്കി കോടതി. കോപ്പിയടി പിടിച്ചതിന് വിദ്യാർത്ഥികൾ നൽകിയ പീഡന പരാതിയിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനായിരുന്ന ആനന്ദ് വിശ്വനാഥനെ വെറുതെ വിട്ടു. SFI അനുഭാവികളായിരുന്ന വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലായിരുന്നു അധ്യാപകൻ പ്രതിയായത്. 2014 കേസിനാസ്പദമായ സംഭവം. മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്നു ആനന്ദ് വിശ്വനാഥൻ. MA എക്കണോമിക്സ് 2ാം സെമസ്റ്റർ പരീക്ഷയ്ക്കിടെ കോപ്പിയടിച്ച് വിദ്യാർത്ഥികളെ പിടികൂടിയതിന് പിന്നാലെ പീഡന പരാതി ഉയർന്നു. 5 വിദ്യാർത്ഥികളാണ് അധ്യാപകനെതിരെ പരാതി നൽകിയത്. ഇതിൽ 4 പേരുടെ മൊഴിപ്രകാരം 4 കേസുകൾ എടുത്തു. 2 കേസുകളിൽ അധ്യാപകനെ നേരത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ശേഷിക്കുന്നവയിൽ 3 വർഷം തടവിന് വിധിച്ചെങ്കിലും മേൽക്കോടതിയിൽ അപ്പീൽ നൽകി. ഇതിലാണ് ഇപ്പോൾ അനുകൂല വിധി. സെക്ഷൽ ഹറാസ്മെന്റ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ കോളേജിലെ പ്രിൻസിപ്പലില്ലേ, അതറിയുന്നില്ല. കോളേജിലെ വനിതാ ടീച്ചർമാരില്ലേ, അറിയുന്നില്ല. എന്ത് ഒരു 500 മീറ്റർ താഴെ പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനില്ലേ, അവിടെ ജനമൈത്രി പോലീസില്ലേ, പറയാറുന്നില്ലേ, കംപ്ലൈന്റ് കൊടുക്കാറുന്നില്ലേ. ഇവിടെയും ഒന്നും പോവാത്ത കുട്ടികൾ ഈ പരാതി 5-ാം തീയതി എന്ന് പറയപ്പെടുന്ന സംഭവം പരാതിപ്പെടുന്നത് 16-ാം തീയതിയാണ്. അത് എവിടെ വെച്ചിട്ടാണ്? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വെച്ചിട്ട് എഴുതിയെന്നാണ് പിള്ളേർ കോടതിയിൽ വന്ന് പറഞ്ഞത്. SFI അനുഭാവികളായ പെൺകുട്ടികൾ മൂന്നാറിലെ CPIM പാർട്ടി ഓഫീസിൽ വെച്ച് തയ്യാറാക്കിയ പരാതിയിൽ കഴമ്പില്ല എന്ന് സർവകലാശാല അന്വേഷണ കമ്മീഷൻ നേരത്തെ കണ്ടെത്തിയിരുന്നു. പീഡനക്കേസിൽ കുടുക്കി പക വീട്ടാനുള്ള ശ്രമമാണ് വിദ്യാർത്ഥികളുടേതെന്ന് കോടതി വിമർശിച്ചു. ഇതിന് കോളേജ് പ്രിൻസിപ്പാൾ കൂട്ടുനിന്നതായും രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. 24 ഇടുക്കി. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ഗോപു നന്ദിലത്ത് ജിമാർട്ടിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നന്ദിലത്ത് ജിമാർട്ട് അത്തം 10ഓണം ലാഖ്പതി ഓഫർ 7ാം ദിവസത്തെ വിജയെ നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലാണ് നന്ദിലത്ത് ജിമാർട്ട് അത്തം 10ഓണം ലാഖ്പതി നറുക്കെടുപ്പ്. 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ് വിജയിക്ക് ലഭിക്കുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി ജോയ് സുന്ദരനാണ് 7ാം ദിവസത്തെ വിജയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.